നമ്മുടെ സ്വന്തം വികാസ് VKS അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുത്താൽ ഈ ഒരു ടൈമിൽ ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വളരെ സന്തോഷപൂർവ്വം തന്നെ വികാസ് VKS. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വികാസ് സാറിൻ്റെ ബ്രൈഡൽ മേക്കപ്പ് ക്ലാസ് ഉണ്ടായിരുന്നു കണ്ണൂർ വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ സാറ് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനിതാ മോളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ അവിടെ പോകുന്നത് കേട്ടോ. പേയ്മെൻറ്റ് ചെയ്താണ് ഞങ്ങൾ ക്ലാസ്സിന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോകുന്നതാണ് കേട്ടോ. അച്ഛൻ കൊണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ എത്തിയപ്പോൾ നല്ല കരച്ചിലായിരുന്നു. അമ്മയാ വരേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലിജിയേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പോകുന്നില്ല എന്ന്. പിന്നെ ഞാൻ അവളെ സ്കൂളിൽ വിട്ട് പിന്നെ നേരെ ഇതാ ക്ലാസ്സിന് പോവുക. ക്ലാസ്സിനായിട്ട് അവിടെ എത്തിയപ്പോൾ പിന്നെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. വന്നവരെല്ലാവരും അവിടെ ഇതാ ക്യൂ നിന്നിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്യാനും പിന്നെ പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട്. ടൗണിൽ നിന്ന് പിന്നെ ഞാനും സിഞ്ചു ഒരുമിച്ചാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. സിഞ്ചു നല്ല ലുക്കിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ക്യൂ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും സമയം ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേയ്മെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫുഡിനുള്ള ടോക്കനും നമുക്ക് അവിടുന്ന് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ടോക്കനും എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ഇത് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. മുകളിലോട്ട് കയറി വന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അതും കുടിച്ച് പിന്നെ നേരെ അകത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. സീറ്റ് നമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും അതൊന്നും ശ്രദ്ധിച്ചില്ല. വരുന്നതിനനുസരിച്ച് ഓരോരുത്തരായിട്ട് സീറ്റിലിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ വികാസ് സാറിനെ കാണാനുള്ള ആയോര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ നന്ദിയൊക്കെ രേഖപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു ക്ലാസ്സിന് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും അറിയില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ. നമുക്കാണെങ്കിൽ ചെറിയ സാധാരണ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ പഠിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ക്ലാസ്സിന് പോകുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു ബ്രൈഡലിൻ്റെ മേക്കപ്പ് ക്ലാസ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. A to Z കാര്യങ്ങൾ പറഞ്ഞു തരുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ക്ലാസ്സിൻ്റെ അവസാനം നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് തന്നിട്ടുള്ളത്. നമുക്ക് നോട്ട്സ് എഴുതിയെടുക്കാൻ ചെറിയൊരു ബുക്കൊക്കെ തന്നിട്ടുണ്ട്. ഇരിക്കാൻ നേരത്ത് നമ്മളെല്ലാവരും കുറച്ച് ദൂരെ ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ എന്ന് വെച്ചാൽ ഹർഷയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ സിഞ്ചു ഒക്കെ മുന്നിലത്തെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ വികാസ് സാർ എത്തിയിട്ടുണ്ട്. പിന്നെ വികാസ് സാറിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. വലിയൊരു ലക്കാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു ക്ലാസ് നമുക്ക് അവൈലബിൾ ആവുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഹോളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ആളെ കുറിച്ച് സ്പെഷ്യൽ ഇൻട്രോയുടെ ആവശ്യമില്ല. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് പറയുമ്പോഴാണ് സ്പെഷ്യൽ ഇൻട്രോ കൊടുക്കുന്നത്. നമ്മളെല്ലാവരും ഒത്തിരി അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ കേരളത്തിന്റെ സ്വന്തം വികാസ് VKS സാറിനെ വളരെ സ്നേഹപൂർവ്വം തന്നെ ഈ ഒരു സ്പെഷ്യൽ വെന്നിലേക്ക് ഇസാ ഹേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു മൺഡേ മേക്കപ്പ് സെമിനാർ ക്ലാസ്സിലേക്ക് വികാസ് VKS അതോടൊപ്പം തന്നെ മിസ്റ്റർ ഷാഫി, ഇസാ ഹേഴ്സിന്റെ ഓണേഴ്സ് മിസ്റ്റർ അജീഷ്, മിസ്റ്റർ ദിലീപ്, അതോടൊപ്പം തന്നെ സാർ എത്തി. പിന്നെ ഉദ്ഘാടന ചടങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ സാറിൻ്റെ ക്ലാസ് ഒന്ന് കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. സാറ് വരുന്നതിന് മുന്നേ തന്നെ സാറിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാമിനേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. എല്ലാവർക്കും ജസ്റ്റ് ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാം. അവിടെ വന്നതിൽ കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. പാർലറൊക്കെ സ്വന്തമായിട്ടുള്ളവരും പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നവരൊക്കെയാണ്. പിന്നെ ഞങ്ങളെപ്പോലെ കുറച്ച് അറിവ് വെച്ചിട്ട് വന്നവരും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. വികാസ് സാറിനെ കൂടാതെ ഹെയർ സ്പെഷ്യലിസ്റ്റായ ഷാഫി സാറും അതുപോലെ തന്നെ സാരി ഡ്രൈപ്പിങ്ങിൽ KP ആണ് ഉണ്ടായിരുന്നത്. സാറിൻ്റെ കുറച്ച് അനുഭവങ്ങൾ സാറ് ഷെയർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കേട്ടിട്ട് വരാം. നമ്മൾക്കൊക്കെ അതിരാവിലെയാണല്ലോ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്നല്ലേ. ഇതിപ്പോ ഉച്ചയാണ്. ഞാനൊക്കെ 2 മണിക്കൊക്കെ ആവുന്നത് എനിക്ക് രാവിലെ എന്ന് പറയുന്നത് അല്ലേ. മ്യൂസിക് ചേട്ടാ എന്റെ തൊണ്ട പൊട്ടും. ഓക്കെ, നമസ്കാരം. കണ്ണൂരായിരുന്നു ഞാൻ സെമിനാർ ചെയ്ത ആദ്യത്തെ സ്ഥലം. പിന്നെ കുറച്ച് നേരം ബ്രൈഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ബ്രൈഡിനെ ഒരുക്കുന്ന സമയത്തുള്ള ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മേക്കപ്പ് പഠിക്കാനുള്ള റീസൺ
പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മോഡൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കുറച്ച് നേരം ആളെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നേ. സാർ ആദ്യം തന്നെ ഇത് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞു തന്ന കുറച്ച് ടിപ്സ് എനിക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായില്ല. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. കണ്ണെഴുതി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കണ്ണ് മുകളിലോട്ട് തുറന്ന് പിടിച്ചിട്ട് വേണം ബ്രൈഡിന് കണ്ണെഴുതി കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ എടുത്ത് വരുന്ന ബ്രൈഡ് ചെറിയ കണ്ണുള്ള ആളാണെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ ഉൾവശത്ത് മുകളിലത്തെ ഭാഗത്ത് കണ്ണിൻ്റെ ഉൾവശത്ത് നന്നായിട്ട് കണ്ണ് കുറച്ച് ഡാർക്കിൽ എഴുതി കൊടുക്കണം കേട്ടോ. കോർണറിൽ നമ്മൾ കുറച്ച് കട്ടിയിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രൈഡിൻ്റെ കണ്ണ് കുറച്ചുകൂടി എടുത്ത് നിൽക്കുന്നത് പോലെ ഉണ്ടാവും. പിന്നെ സാർ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റും നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. മാക്കിൻ്റെ മാറ്റ് ഫിനിഷ് പ്രൈമറാണ് സാർ ഉപയോഗിക്കുന്നത്. പിന്നീട് പറഞ്ഞിട്ടുണ്ടായ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഐബ്രോസിലേക്ക് വരുന്ന സമയത്ത് കോർണർ സൈഡിൽ നിന്നാണ് ഐബ്രോസ് ഫിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഐബ്രോസ് സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം കേട്ടോ. ഇത് കോണ്ടോർ ചെയ്യുന്നതിൽ കുറച്ച് ടിപ്സ് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കണ്ടുവരാം. സൗണ്ടിൽ ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. എന്നാലേ ആ മൂക്കിന് ഷാർപ്പ്നെസ് വരും. അത് പക്ഷേ ഇനി അറ്റം വരെ വരും. കോണ്ടൂറിങ് എടുക്കുന്ന കളേഴ്സ് നമ്മൾ കുറെ കൂടി നമ്മൾ അവിടെ വരെ പോകേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കൊരു സ്റ്റോപ്പ് വേണം. സ്റ്റോപ്പ് നമ്മുടെ ഐബ്രോ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഐബ്രോ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ഓൾറെഡി മാറ്റി. ഇതാണ് നമ്മുടെ കോണ്ടൂർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ട്രയാങ്കിൾ ട്രിക്കാണ്. ഇതിനകത്ത് കോണ്ടൂറിങ് ഇത് ചെയ്യാം. Then after that you can blend it. ഇങ്ങോട്ടാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. ഇതാദ്യം ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് പിന്നെ ഇത് മുകളിലോട്ട് ചെയ്യും, താഴോട്ട് ചെയ്യരുത്. ഈ മുകളിലോട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് പറയാമോ? അടുത്ത നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആ ലൈനും ഇതുമായിട്ട് ബ്ലെൻഡായി പോവുകയും ചെയ്യും. നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും. പിന്നെ വരുന്നത് ഈ ഒരു ഏരിയ. ഈ ഏരിയ നമ്മൾ വിസിബിൾ ആക്കണം. എങ്ങനെ? നമ്മുടെ കോമ്പാക്ട് കൊണ്ടിട്ട് ഇതിന്റെ പുറത്തൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഇത്രയും ഭാഗത്തെ കട്ടിങ് നന്നായിട്ട് കുറഞ്ഞില്ല. നിങ്ങളെ കൊണ്ടുപോകാം. മൂക്കിനെ ഹൈലൈറ്റ് ചെയ്യണ്ടേ? എന്താ ചെയ്യേണ്ടത്? എവിടെ ആദ്യം വെക്കണ്ടേ? സോറി, ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞു. നമ്മൾ ആദ്യം ബ്രഷ് പോകേണ്ടത് ഇവിടെ തന്നെയാണ്. ബ്രഷ് കട്ട് ചെയ്യട്ടെ, അത് ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യണം. ഈ എച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കളയും. ആ ഒരു ഇടത്ത് ഇങ്ങനെയാണ് എച്ച് ഡി ഇടേണ്ടത്. നമ്മള് കണ്ട ഇങ്ങനെ ബ്രഷ് പോകണം. ഇങ്ങനെ ബ്രഷ് പോകുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രൊസീജിയറിലോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു കോണ്ടൂറിങ് നമ്മുടെ ഫോട്ടോസിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോസിൽ അത് വളരെ വിസിബിൾ ആയിരിക്കും. ഇതാണ് ചെയ്യുന്നത്. 1 second. താങ്ക് യു സോ മച്ച്.
സാറിന്റെ ഫേസില് ഫുള്ളായിട്ട് ഗ്ലാസ് സ്കിൻ കൊടുക്കണം. ഈ ഒരു ഹൈലൈറ്റ് എടുക്കാം. ഞാൻ കുറെ പേരുണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ചെയ്യും. വ്യത്യാസം. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിൻ്റെതാണ് ഈ ഒരു ഗ്ലാസ് സ്കിൻ ഗ്ലോ. ലിപ് ലൈനർ ഇടുന്ന സമയത്ത് സാറ് പറഞ്ഞൊരു ടിപ്പാണ്, നമ്മളൊരിക്കലും ലിപ് ബാം അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ ലിപ് ലൈനർ അപ്ലൈ ചെയ്യാൻ പാടില്ല. ലിപ് ബാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ലിപ് ലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ലിപ്പിൽ പിടിക്കാത്തതുപോലെ ഉണ്ടാവും. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് സാറ് ആ സമയത്ത് ടിപ്സ് പോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോസ് ഞാൻ ഇനി പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളെ വീഡിയോസിനെല്ലാം ഒരുപാട് ലെങ്ത് ആയിപ്പോകും. അടുത്ത വീഡിയോസിൽ ഹെയർ സ്റ്റൈലും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോസും കാണാൻ മറക്കണ്ട. ഇനി പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ, സീ യു.